ഹലോ, സോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ വലിയ കാര്യത്തിന് വേറൊരു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് പുതിയ ഫ്രൈങ് പാനൊക്കെ വാങ്ങി അതൊക്കെ ഇട്ട് ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്ന്. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ അപ്പോഴേക്കും കേടായിപ്പോയി, അങ്ങനെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നാണ് കഴിക്കാറ്. ഒരു ദോശക്കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഒരു ദോശയും എന്തെങ്കിലുമൊക്കെ ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. ആലിയ ഹായ് ഹായ്. സ്പീഡിൽ നടക്കാം, ലേറ്റായിപ്പോയി നമ്മൾ. ആലിയ ആഞ്ഞ് നടക്ക്. യെസ്, ആഞ്ഞ് നടക്കണം, ഞാൻ കാണിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ദോശക്കട. ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടും, നമ്മൾ ദോശയാണ് കഴിക്കാറ്. ഈ ദോശ കഴിക്കാൻ കയറിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകുതി കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എണീറ്റ് ഒറ്റ ഓട്ടോ ഓടി. ഇത് പിന്നെ കഴിഞ്ഞിട്ടുള്ള സീനാണ്, അതായത് കമ്പനി പോയിട്ട് വൈകിട്ട് ഉള്ള സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വന്നത് നമ്മൾ ബസ്സിൽ ഇരുന്ന് കഴിക്കുകയാണ്. ലൈക്ക് കൊണ്ടുപോയിട്ട് ആ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് വേറെ കാര്യം, മറന്നുപോയി അവിടെ എത്തിയപ്പോഴേക്കും. സോ ഗൈസ്, നമ്മളപ്പം ഇങ്ങ് എത്തി. ഇനി നമ്മൾ എവിടെ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളാദ്യം മറന്നു കേട്ടാ, പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെയും പോവുകയാണ്. അയ്യോ, ഇന്ന് നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി? ഭയങ്കര സ്പെഷ്യൽ. കേക്ക് കിട്ടിയില്ല, ഞം കിട്ടി, കേക്ക് കിട്ടിയില്ല. ആ ശരിയാണ്, അടുത്ത് പോയില്ല, ബാക്കിയൊക്കെ കഴിച്ചു. അത് പറയണില്ല, കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ഇതാണ് നമ്മുടെ കുട്ടി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മളിവിടെ നിന്നാണ് വാങ്ങാറ് സാധനങ്ങളൊക്കെ. സോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പയറിനെ കണ്ടു. ഇതെന്ത് പയറ്? ബസാര എന്ത് സാധനമാണോ എന്താ പയറ്? വെറൈറ്റി പയറുകൾ. ആദ്യ പേസ്റ്റിൻ്റെ വില കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്താ 10 രൂപയുടെ പേസ്റ്റ് എടുത്ത് അത്ര മതി. ഇതിൻ്റെ വില എത്രയായിരിക്കും? കൂടിപ്പോയാൽ ഞാൻ ഗസ് ചെയ്തിട്ടൊരു 15 രൂപ, പക്ഷേ ഇതിൻ്റെ വില 50 റുപ്പീസാണ്. നമ്മൾ ഒരു ഡോറിമോൻ്റെ കുടുക്ക വാങ്ങി കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാം. അത് ബേസിക് ടാങ്ക് ഡോറിമോൻ്റെ പല കളർ അവൈലബിൾ ആണ്. ഇതാരുടെ? ഇത് മറ്റേ ഇങ്ങനെ തലയാട്ടുന്ന ആളല്ലേ? നമ്മുടെ പ്രൊഡക്ഷനിലാണ്. മുട്ട വെക്കേണ്ട സാധനങ്ങളൊക്കെ. മുട്ടയില്ല, 3 മുട്ടയുണ്ട് ഇവിടെ വെക്കേ. മുട്ടയല്ലേ, ഇത് നാരങ്ങ വെക്കാനുള്ള. ഇനി എന്തേലും ആവശ്യമുള്ള മൂട്ടിൽ വേറെ ഇതൊന്നും ഇടല്ലേ, അതൊക്കെ ഇടും. ജിമ്മ് കഴിഞ്ഞു. സോ ഇന്ന് ട്രെയിനർ വന്ന് കൊള്ളാം, അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഭയങ്കര വർക്കൗട്ടായിരുന്നു. ലൈക്ക് ഒരാഴ്ചത്തെ എല്ലാ കുറവും വീട്ടി അമ്മാതിരി വർക്കൗട്ട്. കൊള്ളാം. എവിടെ പോയിരുന്നടാ? എവിടെ പോയിരുന്നേ? പോട്ടാ. സോ ഇന്ന് നൈറ്റ് ഫുഡ് സ്കിപ്പാണ്.
കാരണം കുറച്ച് അൺഹെൽത്തി ഫുഡ് ഞാൻ ഇന്ന് കഴിച്ചു. ആവശ്യമില്ലാത്ത അത് കൊതിയായിട്ട് ഞാൻ അറിയാതെ കഴിച്ചു പോയി. ബോളി, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബോളി ഉണ്ട്, അത് ഞാൻ കഴിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, വിശപ്പുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനങ്ങ് സ്കിപ്പാക്കാമെന്ന്. പിന്നെ പഴമുണ്ട് മുകളിൽ, അപ്പോൾ അതൊക്കെ കഴിക്കാം. അത്രയും മതി. ഇവിടുത്തെ ഇൻഡക്ഷൻ കുക്കർ അയ്യോ വർക്കായി, ഞാൻ ഉപയോഗിക്കുമ്പോൾ മാത്രം വർക്കാവും. സോ നമ്മുടെ പ്രിയപ്പെട്ട ആകാശിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ ഡെഡിക്കേറ്റ് ചെയ്യാം. തുടങ്ങാലിയ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ആകാശേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ തന്നോ, ചെലവ് തന്നോ? ചെലവായിട്ടൊന്നുമില്ല, നമുക്ക് സ്നേഹം മാത്രം. അത് വേണ്ട, അത് വേണ്ട, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സ്നേഹം മാത്രം. സോ നമ്മുടെ ക്യൂട്ട് ഡോറിമോണിൽ നമുക്ക് എന്തായാലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. 100 rupees. അയ്യോ കയറും. Oh my god. Yes. സോ നമുക്കിന്ന് 2 റംബൂട്ടാൻ, 2 അല്ല കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. ആനന്ദ് സാർ തന്നതാണ്. ഇതെവിടെ ഉണ്ടായതടി? ഓ ആരെന്നൊക്കെ കൈമാറി ആനന്ദ് സാറിൻ്റെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വരിക്കേന്നാണ് ആലിയ പറയണത്. നമുക്ക് കഴിച്ചു നോക്കാം. സോ ഓക്കെ, അപ്പം എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ബി ഫാം റിലേറ്റഡ് എന്തെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാം. സോ ഇന്ന് ഞാൻ ആൻസർ ചെയ്യാൻ പോണത് ലൈക്ക് ഒരു 2-3 എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഏത് നോട്ട്സ് നോക്കിയിട്ടാണ് പഠിക്കാനുള്ളത്, ഞാൻ ഏത് നോട്ട്സ് നോക്കിയിട്ടാണ് പഠിച്ചതെന്നൊക്കെ. സോ ബേസിക്കലി എനിക്ക് നോട്ട്സ് കോളേജുകാർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രൊവൈഡ് ചെയ്യാത്തത് ലൈക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്തിട്ട്, ചിലത് ഞാൻ നോട്ട് ഉണ്ടാക്കുമായിരുന്നു, ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട്. പിന്നെ ഒരു 80% കോളേജുകാർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ സീനിയേഴ്സിൻ്റെ നോട്ട്സും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പഠിക്കാറ്. പിന്നെ ഈ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും ഇതൊന്നും കിട്ടാതെയായി. ഒരു 7th sem 8th sem ഒക്കെ ആയപ്പം ചിലതിൻ്റെ ഒന്നും നോട്ട് കിട്ടാറേ ഇല്ല. സോ ആ ടൈമിൽ ഞാൻ പഠിക്കണത് DRX ഫാർമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ലൈക്ക് അത് ഒരു, എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിലുള്ള ഏതൊരു കുട്ടി തുടങ്ങിയൊരു ഗ്രൂപ്പാണ് ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പം അത് വളർന്ന് പന്തലിച്ച് വലിയൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ സ്റ്റുഡൻസും ഇപ്പോഴത്തെ സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. സോ അതിൽ കുറേ നോട്ട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അഡ്മിൻ നോട്ട് പ്രൊവൈഡ് ചെയ്ത് തരും. അതല്ലാതെ അവർക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്, DRX ഫാർമ. ഞാൻ ലിങ്കോ എന്തെങ്കിലും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പം അതിൽ നിന്നും നോട്ട് എടുക്കാറുണ്ട്. പിന്നെ സാധാരണ വേറെ എന്തൊരു സംഭവമുണ്ട്, ഒരു ബോട്ട് പോലെ, ലൈക്ക് ടെലിഗ്രാമിൽ തന്നെയാണ്, ബി ഫാം നോട്ട്സ്. അപ്പോൾ അതിൽ പോയാലും നമ്മൾ അടിച്ചു കൊടുക്കണം, സബ്ജക്റ്റ് അടിച്ചു കൊടുക്കണം, ഏത് സെമ്മാണെന്ന് അടിക്കണം, ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ യൂണിറ്റാണ്. അപ്പോഴേക്കും അതിൽ നോട്ട്സൊക്കെ അവൈലബിൾ ആയിട്ട് വരും. പിന്നെ അത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് ചോദിച്ചാൽ ഈ DRX ഫാർമയിലുള്ളത് ഏകദേശം നല്ല നോട്ട്സാണ്. കാരണം അത് ഡിഫറെൻറ്റ് കോളേജിലുള്ള ഇങ്ങനെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, അവർക്ക് കിട്ടുന്ന നോട്ടൊക്കെ ഇതിലോട്ടിടും. അത് അത്യാവശ്യം നല്ല നോട്ടാണ്, എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് DRX ഫാർമയിലുള്ള ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ. സോ അത് ബെറ്റർ ഓപ്ഷനാണ്. ഇതന്നെ. പിന്നെ ഞാൻ കുറേയൊക്കെ ഈ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ ChatGPTനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ ഒരു ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പം കേട്ടോ, ആ ടൈം ലൈക്ക് പ്രോപ്പർ ഡെഫിനിഷനൊക്കെ കിട്ടും ChatGPT എടുത്ത് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സോഴ്സ് ഓഫ് നോട്ട്സ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ഈ ഒരു സോഴ്സിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. സോ ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ടൈം ഒരുപാട് വൈകിപ്പോയി. ഇനി ഡിന്നർ കഴിക്കണം, ഉറങ്ങണം. ഡിന്നറൊന്നുമില്ല, ഒരു പഴം കഴിക്കുക, ഉറങ്ങുക, അത്രയൊക്കെ തന്നെ. സോ ഓക്കെ, ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.